ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെറിയ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേരുണ്ട്, കുറച്ച് പുതിയതായിട്ട് കുറച്ചധികം പേരുണ്ട്. നമുക്ക് കുറച്ചധികം പേരെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ വളർന്ന് 200 ആകാറായി കേട്ടോ. അത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും കൊണ്ടാണ് നമുക്ക് 200 ആവാറായത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ 2 ലക്ഷം പേര് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പുതുതായിട്ട് വന്ന നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിന് ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലർക്ക് അത് നമ്മൾ പറയാത്തത് കൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ട് ദേഷിച്ച ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിന് നമ്മളെ പരിചയമുള്ളവർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അതായത് അവരുടെ 1-2 സംശയങ്ങൾക്കുള്ള മറുപടി നമുക്ക് പറയാമെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒത്തിരി വീഡിയോസ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അറിയാത്ത ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാതിരിക്കുന്നതാണ്. നമുക്ക് ഇപ്പം ഒരുപാട് പേര് വന്ന് കമൻറ്റ് ഇടുന്നുണ്ട്, ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പോയിട്ട് നമുക്ക് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ ഭയങ്കര പാടല്ലേ എന്നുവെച്ചാൽ എല്ലാവർക്കും പോയി നമ്മൾ മറുപടി കൊടുക്കണം. എവിടെയൊക്കെ ആരൊക്കെ ഇടും, പലരുടെയും കമൻറ്റ് കാണാറില്ല. അപ്പം പലരും എൻ്റെ കമൻറ്റ് കാണാറില്ല, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള വിഷമമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളടുത്ത് പറയുകയും നമ്മളടുത്ത് ചോദിക്കുകയും ചെയ്യുന്നത് നമുക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്കുള്ള ചെറിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൊടുക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ചോദ്യം നമുക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയൊരു ചോദ്യം കേട്ടോ. ഭയങ്കര രസമെന്ന് വെച്ചാൽ ഭയങ്കര രസകരമായിട്ട് തോന്നിയൊരു ചോദ്യമാണ്. ഗബ്രൂട്ടൻ നമ്മുടെ ഡോറയുടെ സ്വന്തം കുഞ്ഞാണോ എന്ന് വെച്ച്. സ്വന്തം കുഞ്ഞാണോ ഗബ്രൂട്ടൻ? അതെ, നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഡോറ സ്വന്തമായി തന്നെ പ്രസവിച്ച കുഞ്ഞാണെന്ന്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. പറയുന്ന മാത്രമല്ല, നമ്മുടെ ചാനലെടുത്ത് നോക്കിയാൽ അറിയാം. ഡോറയുടെ ആണെങ്കിൽ ഓരോ മാസത്തെയും കാര്യങ്ങൾ, ഓരോ മാസത്തെയും വളർച്ചയും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ചാനൽ വഴി ഇട്ടിട്ടുണ്ട്. 7-ാം മാസത്തെ ചടങ്ങിൻ്റെ ഇട്ടിട്ടുണ്ട്. ഡെലിവറി സമയത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏത് ഹോസ്പിറ്റലായിരുന്നു ഡെലിവറി ചെയ്തെന്നുള്ളത് നമ്മൾ ഇട്ടിട്ടുണ്ട്. സകല ഡീറ്റെയിൽസും നമ്മുടെ ചാനലിലുണ്ട്. പലർക്കും അതൊന്നും കാണാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഡോറയുടെ സ്വന്തം കുഞ്ഞ് തന്നെയാണ് നമ്മുടെ ഗബ്രൂട്ടൻ. എനിക്കും എൻ്റെ ഡോറയിലും ജനിച്ച സ്വന്തം കുഞ്ഞ്. പിന്നെ ഉള്ളൊരു പലരുടെയും ചോദ്യം വെച്ചാൽ പ്രിൻസിയും എൻ്റെ ആദ്യത്തെ ഇതിലുള്ള കുഞ്ഞാണോന്ന്. അതിനും നമ്മൾ ഒരുപാട് തവണ മറുപടി കൊടുത്തിട്ടുള്ള കാര്യം. ഇതും ഒരുപാട് പേര് കേട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രിൻസിയും എൻ്റെ നേരെ ഇളയ എൻ്റെ 2ാമത്തെ അനിയൻ്റെ കുഞ്ഞുങ്ങളാണ്. അവർ വയനാട്ടിലാണ്. അപ്പോൾ അവർ എല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ ആയിരുന്നു. അവരിപ്പോൾ 2 വർഷമായിട്ട് വയനാട്ടിലാണ്. 2 വർഷം ആയതേ ഉള്ളൂ പോയിട്ട്. അതായത് 2 വർഷം ആയിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ സ്കൂൾ മക്കളുടെ ആദ്യത്തെ സ്കൂൾ ഉറപ്പിന് പോയതാണ്. ശരിയാ, 2 വർഷമായി. 2 വർഷം ആകാറായി. 1.5 വർഷം കഴിഞ്ഞു. നമ്മുടെ ഓണത്തിന്റെ വീഡിയോയ്ക്കകത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന റീസൺ എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ ഇവിടെയാണ് പഠിക്കുന്നത്. പിന്നെ മക്കൾ നമ്മുടെ കൂടെയാണ് പണ്ട് തൊട്ട്. അതായത് എല്ലാവരും ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ മക്കളെ പിരിയാൻ നമുക്കും ബുദ്ധിമുട്ടുണ്ട്, മക്കൾക്കും ഇവിടുന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ മക്കൾ കുറച്ചുകൂടെ കുട്ടിക്കാലം തൊട്ടേ വളർന്ന് നമ്മുടെ കൂടെയൊക്കെ ആയതുകൊണ്ട് മക്കൾക്ക് ഇവിടെ നിൽക്കാനാണ് കൂടുതലും താല്പര്യം. നമുക്ക് നമ്മുടെ മക്കൾ കൂടെ നിൽക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ കൂടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. പിന്നെ വന്നൊരു ചോദ്യമാണ്, നമ്മളെന്തിനാണ് അവരെ നോക്കുന്നത്? അവരെ അച്ഛനെ അമ്മയെ ഏൽപ്പിച്ച് വിട്ടൂടെ? വയ്യാത്തൊരു പെണ്ണല്ലേ ഇവിടെ കിടക്കുന്നത്, അപ്പം അവരുടെ അച്ഛനമ്മയ്ക്കും കുറച്ചെങ്കിലും ബോധം വേണ്ട എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നമ്മുടെ മക്കളെ നോക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നമുക്കൊന്നുമില്ല. എനിക്ക് ഇത്ര ബുദ്ധിമുട്ടായത് ഇപ്പോൾ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കൾ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയായിട്ടോ നമുക്ക് തോന്നില്ല. നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമല്ലേ. ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗബ്രുവിൻ്റെ കാര്യങ്ങൾ ഡോറ നോക്കുന്നു. അപ്പം ഇത്രയും വയ്യാത്ത സമയത്ത് സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം എന്തിനാണ് നോക്കുന്നത് എന്ന് ചിന്തിക്കാമല്ലോ. ഇപ്പോൾ ഡോറ ജന്മം കൊടുത്തില്ലെങ്കിലും പ്രിൻസ് ആണെങ്കിലും പ്രിൻസി ആണെങ്കിലും ഞങ്ങളുടെ തന്നെ മക്കളാണ്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് നോക്കുന്നതും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വളർത്തുന്നതും. ഞങ്ങൾക്കിനി ഇപ്പോൾ ഗബ്രു അല്ലാതെ വേറൊരു കുഞ്ഞ് ജനിച്ചാലും നമ്മൾ അവൻ്റെയും കാര്യം നോക്കണം, ഗബ്രുവിൻ്റെയും കാര്യം നോക്കണം, ആ ജനിക്കുന്ന കുഞ്ഞിൻ്റെയും കാര്യം നോക്കണം. അപ്പം എൻ്റെ ഈ 3 മക്കളുടെയും കാര്യം ഞങ്ങൾക്ക് സന്തോഷത്തോടെ നോക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഡോറയുടെ ഒരു അസുഖമോ അല്ലെങ്കിൽ ഡോറയുടെ അസുഖം കാരണം അല്ലെങ്കിൽ ഗബ്രുവിൻ്റെ അസുഖം കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നുമില്ല.
നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം അത് ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് സന്തോഷത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കതിൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റൊരു ചിന്തയോ നമ്മുടെ മൈൻഡിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പം ഞങ്ങളുടെ മക്കളെ നോക്കുന്നത് ഞങ്ങൾക്ക് ഇതുവരെയും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങൾക്കൊരു പക്ഷേ തോന്നത്തില്ല. ഞങ്ങൾ ഡോറ ഒരിക്കലും പ്രഗ്നൻ്റ് ആകും എന്നൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഡോറയുടെ ഇത് വെച്ചിട്ടല്ല, ഡോറയ്ക്ക് ആ സമയത്ത് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് നോക്കുന്ന സമയത്ത് ഒരു വട്ടം അബോർഷനായി പോയി. അപ്പം ക്യാരി ചെയ്യാനുള്ള പ്രോബ്ലം ഉണ്ടാകുമോ എന്ന് വെച്ചാൽ 7ാം മാസത്തിലൊക്കെ സിസേറിയൻ ചെയ്തെടുക്കണമെന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കാര്യങ്ങൾ നമുക്ക് നേരത്തെ പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു പേടി ഉള്ളതുകൊണ്ടും സ്വാഭാവികമായിട്ടും നമ്മൾ കുഞ്ഞുങ്ങളില്ല, ഇപ്പം ഞങ്ങൾ തന്നെ സംസാരിച്ചിട്ടുള്ള സമയം പറഞ്ഞിട്ടുണ്ട്, അവളാണ് എൻ്റെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞ് ഞാൻ അവളുടെ കുഞ്ഞ്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇവരെ തന്നെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളായിട്ട് വളർത്തത്തുള്ളൂ. എന്നുവെച്ചാൽ എൻ്റെ സ്വന്തം ചോരയാണ്. അപ്പം അവരെ തന്നെയാണ് ഞങ്ങളുടെ മക്കളായിട്ട് വളർത്തുന്നത്. അപ്പം ആ സമയത്ത് നമുക്കിതുപോലെ ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. മനസ്സിന് ഒരിക്കലും തോന്നാനും പോകുന്നില്ല. അതൊരിക്കലും തോന്നില്ല എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. പിന്നെ ഉള്ളൊരു ചോദ്യം ഡോറയുടെ അസുഖത്തിനെ കുറിച്ചിട്ടാണ്. പലർക്കുള്ള സംശയം കുട്ടിക്കാലം തൊട്ടേ ഉള്ളയാണോ അസുഖം എന്നാണ്. 6 വയസ്സ് വരെ ഡോറയ്ക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക, നടക്കിയെടുക്കുക എല്ലാം ചെയ്യുമായിരുന്നു. ചെറിയൊരു ഫീവർ വന്നതാണ്. ഈ ആമവാദം എന്ന് പറയുന്നത് സാധാരണ ആദ്യം ഒരു ചെറിയ പനി പോലെ വരും, പിന്നെ അതൊരു ശരീരം വേദനയായി മാറും, പിന്നെ അത് ജോയിൻറ്റ് സ്റ്റക്ക് ആവുന്ന ഒരു നിലയിലേക്ക് പോകുന്നത്. അത് പലർക്കും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ കാലത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തു നിന്നൊക്കെ വരുന്ന ചില കെമിക്കൽസ് അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ വിരുദ്ധാഹാരം എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ 2 ആഹാരം ഒന്നിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ, വാത രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സന്ധിവാതം, രക്തവാതം, ആമവാദം, അങ്ങനെ ഒരുപാട് വാതരോഗങ്ങളുണ്ട്. അപ്പം അതിലുള്ളൊരു വാതരോഗമാണ് ആമവാദം എന്ന് പറയുന്നത്. ഇത് നമുക്ക് തണുപ്പ് വരുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് എന്തെങ്കിലും അതായത് ഇവരുടെ ആമാശയത്തിൽ ഈ ഫുഡ് ദഹിക്കാതെ വരുന്ന സിറ്റുവേഷൻസൊക്കെ വരാറുണ്ട്. ആ സമയത്ത് അതൊരു പോയിസൺ പോലെ പ്രവർത്തിക്കും. അത് നമ്മുടെ ശരീരത്തിന് വേദന തരും. അതാണ് ഡോറയ്ക്കുള്ള മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഡോറയുടെ അസുഖം അതാണ്. അതായത് ഒരിക്കലും ഡോറയുടെ അസുഖം മാറാൻ പോകുന്നില്ല, പക്ഷേ അത് നമുക്ക് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അതല്ലാതെ ഇപ്പോൾ നമ്മളൊരു ഷോർട്സ് ഇട്ട സമയത്ത് 1-2 ചോദ്യം വന്നു, അഭിനയിക്കുകയാണോ, യഥാർത്ഥത്തിൽ ഡോറയ്ക്ക് എന്താണ് അസുഖം? അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ യഥാർത്ഥത്തിലുള്ള ഡോറയുടെ അസുഖം എന്ന് പറയുന്നത് ആമവാദമാണ് ഡോറയുടെ യഥാർത്ഥത്തിലുള്ള അസുഖം. അത് നമ്മൾ കൺട്രോൾ ചെയ്യാം. നമ്മൾ മെഡിസിൻസ് എടുത്ത് ആ രോഗത്തിന് നമുക്കൊന്ന് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ബോഡി ഫുള്ള് പെയിൻ, ജോയിന്റുകൾക്കെല്ലാം പെയിൻ. അതിന് എത്ര പെയിൻ കില്ലർ കഴിച്ചാലും അതായത് കൺട്രോൾ എന്നല്ല, ആ വേദന സഹിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് ആ വേദനയെ കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ടും മാറില്ല. അപ്പം ചില ദിവസങ്ങളിൽ നമ്മൾ ഈ ശരീരം അനങ്ങാതെ, ഇവരുടെ മെയിനായിട്ടുള്ള പ്രശ്നം വെച്ചാൽ നീർക്കെട്ട്, ജോയിൻസിനകത്ത് നീർക്കെട്ട് വരും. ഹായ് കാണിച്ചോണ്ട് വരുമായിരുന്നു. അപ്പോൾ ജോയിൻസിനകത്ത് നീർക്കെട്ട് വരും. ഈ നീർക്കെട്ടാണ് ഇവർക്ക് പെയിൻ ആക്കുന്നത്. ജോയിൻസിലുള്ള നീർക്കെട്ടാണ് ഇവർക്ക് പെയിൻ ആക്കുന്നത്. അപ്പോൾ അത് മാറി വരാൻ കുറച്ച് സമയമെടുക്കും. അത് രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം ഇരുന്നിട്ട് നടക്കുകയും അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ എഴുന്നേക്കുകയും പിന്നെ നടക്കുകയൊക്കെ ചെയ്യുമ്പം കുറച്ച് ചൂടൊക്കെ വെച്ച്, നമ്മളിവിടെ ആണെങ്കിൽ സ്റ്റിമുലേഷൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് പിന്നെ ഈ എന്താ പറയുക, ഇപ്പോൾ ആയുർവേദ മെഡിസിൻസ് എടുക്കുന്നുണ്ട്. ആയുർവേദ മെഡിസിൻ്റെ കൂടെ തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വേദനയാകുമ്പം നമ്മൾ ചിലപ്പോൾ ഈ പെയിൻ കില്ലർസും എടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോഴത്തെ ഒരുവിധം ഓക്കെ ആവാറുണ്ട്. അങ്ങനെയാണ് ഡോറ ജോലി ചെയ്യുന്നതൊക്കെ ഉള്ളത്. അതായത് ജോലി ചെയ്യാതിരുന്നാലാണ് ഈ അസുഖം കൂടുതലായിട്ടും കൂടുന്നത്. അത്യാവശ്യം ശരീരം വ്യായാമം ചെയ്യുകയാണ്, എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ പെയിനും കാര്യങ്ങളും കുറഞ്ഞിരിക്കും. നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ അസുഖം കൂടുതലായിട്ട് കൂടുന്നത്. കാരണം ജോയിൻസ് അല്ലെങ്കിൽ സ്റ്റക്കായിരിക്കുന്ന സമയത്ത് അത് നമ്മൾ അനക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വേദന കൂടും. പക്ഷേ ആ ജോയിൻസ് ഇങ്ങനെ അനങ്ങി ഇരിക്കുകയാണെങ്കിൽ ആ നീർക്കെട്ട് കുറേശ്ശെ കുറഞ്ഞു വന്നിട്ട് വേദന കുറേയൊക്കെ ശമിക്കും. ഓക്കെ, ഡോറയ്ക്ക് കുഞ്ഞിനെ ഉറക്കാനുള്ള സമയം, ഡോറയ്ക്ക് ഉറങ്ങാൻ സമയം, അതിൻ്റെയാണ് സിംറ്റംസ്. ഞാൻ ഉറങ്ങിയൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് മുന്നേ വലിയൊരു തലവേദന ഛർദിന സമയത്ത് മയങ്ങിയായിരുന്നു. BP ചെറുതായിട്ടൊന്ന് ലോ ആയിട്ടുണ്ട്. ആ സമയത്തൊന്ന് എനിക്കൊന്നൊരു 11 മണിയായപ്പോൾ കിടന്നിട്ട് എഴുന്നേറ്റത് ഒരു 3:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. 3:30 അല്ല, 3 മണിയായപ്പോൾ എഴുന്നേറ്റ് ഇല്ലേ? 3 മണിയായപ്പോൾ എഴുന്നേറ്റ് BP ലോ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാനായിട്ട് വന്നതാണ്. അതായത് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ്, നമ്മളെ പുതിയ ഫാമിലി മെമ്പേഴ്സിന്
ഇതൊക്കെ ഒന്ന് പറയണം എന്ന് തോന്നി. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ. പിന്നെ പലരുടെയും കമൻറ്റ്സ് നമ്മളിപ്പം കമൻറ്റ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ അങ്ങനെ നോക്കാറില്ല. നേരത്തെ ഞാനാണ് കൂടുതലായിട്ട് കമൻറ്റ് നോക്കി റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത്. ഡോറ പിന്നെ കാണുന്ന കമൻറ്റ്സിനായിരുന്നു ഡോറ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴെന്ന് വെച്ചാൽ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്ന കാരണം എനിക്ക് ഈ കാണുമ്പം എനിക്ക് പ്രതികരിക്കാനുള്ള തോര വരും. അപ്പം അതിനേക്കാളും നല്ലത് കാണാതിരിക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ കമൻറ്റ്സ് അങ്ങനെ നോക്കാറില്ല. പിന്നെ നമ്മൾ ഈ വൈ സ്റ്റുഡിയോയും നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് കമൻറ്റുകളൊക്കെ ചിലത് കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നല്ല കമൻറ്റുകൾക്ക് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്, നെഗറ്റീവ് കമൻറ്റ് വേണമെങ്കിൽ അതിനും മറുപടി കൊടുക്കാറുണ്ട്. അത് യാദൃശികമായിട്ട് കമൻസായിട്ട് ഇപ്പോൾ ഇരുന്ന് അങ്ങനെ നോക്കുന്നില്ല, അഹങ്കാരം കൊണ്ടല്ല. ഇങ്ങനെ നോക്കുമ്പോൾ നെഗറ്റീവ് കമൻറ്റ് കാണുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോകും. അപ്പോൾ അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം, നിങ്ങളെല്ലാവരും നമ്മുടെ കേരള ബ്രദേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് നമ്മുടെ ഷോർട്ട് ഫിലിം പബ്ലിഷ് ആവുന്നതായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് കൂടെ അതെ, മാക്സിമം ഷെയർ ചെയ്യണം. ഇനിയും ഞങ്ങൾക്ക് ഷോർട്ട് ഫിലിം ഇടാനുള്ള ഇത് തരണം. പിന്നെ ഒരു കമൻറ്റ്, നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സിനകത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏതെങ്കിലും ഒരു ഇത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കണ്ടൻറ്റ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തിൻ്റെ കണ്ടൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വന്നൊരു കമൻറ്റാണ്, നിനക്കൊന്നും അന്നേരം സ്വന്തമായിട്ടൊരു കഴിവില്ല, നാട്ടിൽ കണ്ടവർ വേണം കണ്ടൻറ്റ് ഉണ്ടാക്കി തരാനായിട്ട്. മറ്റേ രമ്യ, നാട്ടിൽ കണ്ടവർ വേണം നിനക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് വല്ല പണിക്കും പോയി ജീവിക്കടാ, ഇതിലും പേര് ചാവുന്നയാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട രമ്യ ചേച്ചി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയോ ഇത്രയും വിശാല മനസ്കതയോടെ നമ്മൾ ഉപദേശിക്കുമ്പം ആ ഉപദേശത്തിനൊരു ബഹുമാനം കൊടുക്കണ്ടേ. അപ്പോൾ എന്താ പറയുക, ചേച്ചി വളരെ ബഹുമാനത്തോടെ പറയാണ്, എനിക്ക് വലിയ ബുദ്ധിയോ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും ബുദ്ധിയുള്ള രമ്യ ചേച്ചി ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങൾക്ക് നേർവഴി കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങളായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ രമ്യ ചേച്ചി എത്രയും വേഗം ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഞങ്ങൾക്കുള്ള വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് ഞങ്ങളുടെ കൂടെ കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ. ഗബ്രൂട്ടനും ബൈ പറയാവേ. ബൈ.